ഫ്രണ്ട്സ്, BHELന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, BHELന്റെ ലോഗോ കാര്യങ്ങൾ കാണാം, അവിടെ അഡ്വർടൈസ് നമ്പർ കാണാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് 2 വർഷത്തേക്കുള്ള നിയമനമാണ്. കോൺട്രാക്ട് ബേസിലുള്ള കരാർ എന്ന നിയമനമാണ്. അത് ഇതിൻ്റെ തന്നെ എക്സ്റ്റേണൽ സർവീസ് പ്രൊഡക്ഷൻ, അതുപോലെ ഫാബ്രിക്കേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇത് ബാംഗ്ലൂർ, അതുപോലെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് വേക്കൻസീസ്, അത് എക്സ്റ്റേണൽ സർവീസിൽ എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ പ്രൊഡക്ഷനിൽ എത്ര വേക്കൻസി എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റ് 2 വർഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റും പ്രൊജക്ട് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സർവീസിൽ 10 മറ്റേത് പ്രൊഡക്ഷൻ ഫാബ്രിക്കേഷൻ ആൻഡ് ടെസ്റ്റിങ്ങിൽ 7ഉം 6ഉം വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 17 വേക്കൻസി ഇവിടെ വരും, ഇവിടെ 16 വേക്കൻസി. ഓക്കെ, അങ്ങനെ ഇവിടെ ടോട്ടൽ 33 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/3/2025 കണക്കാക്കി 32 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. 32 മാക്സിമം ഏജ് ലിമിറ്റ്. SC/ST OBC ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി SC/ST OBC എത്ര വേക്കൻസി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. പ്രൊജക്ട് എഞ്ചിനീയറിൽ ജനറൽ വേക്കൻസി 8, EWSന് 1, OBC NCL 3, അതുപോലെ തന്നെ SCക്ക് 3, STക്ക് 2, ഇങ്ങനെ 17 വേക്കൻസിയാണ്. ദെൻ പ്രൊജക്ട് സൂപ്പർവൈസർ ജനറൽ 7, EWS 1, OBC 3, SC 2, ST 3, അങ്ങനെ 16 വേക്കൻസി അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, SC/ST ആണെങ്കിൽ 5 വർഷം, PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം, ദെൻ എക്സ് സർവീസ്മാനോ ഒക്കെ നിശ്ചയമായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഇപ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രൊജക്ട് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ മതി. അപ്പം പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പൊസിഷൻ കോഡ് കാണാം. FTA 1ഉം FTA 2 ഉണ്ട്. FTA 1ൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ BTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 7 വേക്കൻസി അതിലുണ്ട്. ഓക്കെ, ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസും മിനിമം വേണം കേട്ടോ. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് അപ്രന്റീഷിപ്പ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ ഇനി ഇവിടെ നമുക്ക് FTA 2ലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇവിടെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഇതിലേക്കും വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഏത് മേഖലയിലാണ് വേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിനടുത്തത് നിങ്ങൾക്ക് വരുന്ന പ്രൊജക്ട് സൂപ്പർവൈസറാണ്. അതിൽ FTA 3 വരുന്നുണ്ട്. 3ലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ഡിപ്ലോമയാണ്. 4 വേക്കൻസി ഇതിലുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളതാണ് മേഖല. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഈ പറയുന്ന FTA 4 ആണ്. അതിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 2 വേക്കൻസിയാണ്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന CNC ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇനി അടുത്തത് FTA 5 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10 വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും വേണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പോസ്റ്റ്, അതുപോലെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. റെമ്യൂണറേഷൻ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ ആദ്യത്തെ വർഷം 84,000 പെർ മന്ത് കിട്ടും. രണ്ടാമത്തെ വർഷം 88,000 പെർ മന്ത് ലഭിക്കും. നല്ല സാലറി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊജക്ട് സൂപ്പർവൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് 45,000 പെർ മന്തും, അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷം 88,000 പെർ മന്ത് നിങ്ങൾക്ക് കിട്ടും ആ ഒരു റെമ്യൂണറേഷനായിട്ട്, സാലറി ആയിട്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അതിലേക്ക് എക്സാം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 1:10 എന്ന് പറയുന്ന റേഷ്യോയിൽ, അതായത് ഒരു വേക്കൻസിയിലേക്ക് 10 ഉദ്യോഗാർത്ഥികൾ എന്നുള്ള ലെവലിൽ അവരെന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതായത് ഇപ്പോൾ നമ്മൾ അപേക്ഷയുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് പ്രകാരം 1:10 ഒക്കെ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതായത് ഒരു വേക്കൻസിയിലേക്ക് ഒരു 10 ഉദ്യോഗാർത്ഥികളാണ് എന്നുള്ള ലെവലിലാണ് അപേക്ഷ വന്നിരിക്കുന്നതെങ്കിൽ അവരെ നേരെ എന്ത് ചെയ്യും, പേഴ്സണലി ആ അപേക്ഷിച്ചവരെല്ലാം പേഴ്സണൽ ഇൻ്റർവ്യൂവിന് അവർ വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ്. ഇനിയിപ്പോൾ 1:10 ഒതുങ്ങുന്നില്ല. അതായത് അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളെ നമ്മൾ നോക്കുന്ന സമയത്ത് 1:10 നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതൊരു 1:20 അങ്ങനെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, അതായത് മോർ ദാൻ 10 പോകണം, 1:10 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടല്ലോ, ആ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് നോക്കും. ആ മാർക്ക് വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ റേഷ്യോയിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുക കേട്ടോ. അല്ലാതെ എക്സാമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് 200 രൂപയുണ്ട്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട SBI കളക്ടിലൂടെയാണ്. അതെങ്ങനെയാണ് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം കാണും കേട്ടോ. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ. എന്നാൽ ഇവിടെ SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ അപേക്ഷാ ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ഈ മെയിലായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ആ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഞാൻ വരാം, ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് പ്രിൻ്റ് എടുക്കണം. നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ കംപ്ലീറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യുക. ആ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് എടുക്കുമല്ലോ, ആ പ്രിൻ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അയച്ചു കൊടുക്കണം. ആ പ്രിൻറ്റും നിങ്ങൾ ഫീ അടച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഫീൻ്റെ റെസിപ്റ്റും പാടെ വെച്ചിട്ട്, വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട, നിങ്ങളുടെ പ്രിൻറ്റും ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻറ്റും ഫീ റെസിപ്റ്റും പാടെ ഇതാണ് അഡ്രസ്സ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, AGM HR എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് പിൻകോഡ് 560026 എന്ന് വരുന്നത് ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി 19/4/2000, അതായത് നിങ്ങൾക്ക് ഏപ്രിൽ 19 ഉള്ളിൽ നമ്മുടെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന അവിടെ എത്തണം എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു വാചകം എഴുതണം. ഞാനിവിടെ മാർക്ക് ചെയ്ത പോലെ നമ്മളെ എൻവലപ്പ് ഉണ്ടാവുമല്ലോ, പോസ്റ്റൽ കവർ ഉണ്ടാവുമല്ലോ, ആ കവറിൻ്റെ മുകളിൽ നമ്മളിത് ആപ്ലിക്കേഷൻ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ആസ് പ്രൊജക്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ സൂപ്പർവൈസർ, ഇതിലേതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾ പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ അതല്ലെങ്കിൽ സൂപ്പർവൈസർ ആണെങ്കിൽ സൂപ്പർവൈസർ, ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ അവിടെ ചെയ്താൽ ഓൺ ഫിക്സ്ഡ് ടെൻഡർ ബേസിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ ഇവിടെ FTA പൊസിഷൻ കോഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ FTA പൊസിഷൻ കോഡ് ഏതാണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാ FTA 4. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിതാ FTA 4ലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ FTA പൊസിഷൻ കോഡ് എന്നുള്ളടത്ത് നമ്മൾ കോഡ് എന്ന് എഴുതണ്ട, ജസ്റ്റ് ബ്രാക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, FTA കോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് FTA പൊസിഷൻ എന്ന് പറഞ്ഞാൽ FTA 4 എന്ന് എഴുതിയാൽ മതി. ഇപ്പം ഞാനിവിടെ എഴുതേണ്ടത് FTA 4 എന്ന് ഞാൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് എഴുതാം. അത് നമ്മൾ എൻവലപ്പിൻ്റെ മുകളിൽ വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒറിജിനലും അതിൻ്റെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് നമ്മൾ വെക്കേണ്ടത്. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആ സമയത്ത് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 26 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 16 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി ഇതിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ പ്രിൻ്റ് എടുത്തത് അവിടെ എത്തേണ്ടത് 19/4/2025 എന്നല്ല ഈ പറയുന്ന പ്രദേശം ലക്ഷദ്വീപ് കാണാം, ആൻഡമാൻ നിക്കോബാർ, അതിൽ ഹിമാചൽ പ്രദേശ്, അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ, സിക്കിം തുടങ്ങിയിട്ടുള്ള ഈ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഹാർഡ് കോപ്പി, അതായത് പോസ്റ്റലായിട്ട് എത്താൻ കുറച്ച് ഡിലേ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഡേറ്റ് വ്യത്യാസമുണ്ട്. അതാണ് 21/4/2025. അത് കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. കേരളത്തിലുള്ളവരാണെങ്കിൽ നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ടത് 19/4/2025. ലക്ഷദ്വീപ് ആണെങ്കിൽ അവർക്ക് 21/4/2025 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ അവിടെ എത്തിയാൽ മതി. ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GeoCL Eduland എന്ന് കാണാൻ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് കാണാം. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി GeoCL Eduland ലേറ്റസ്റ്റ് ജോബ്സിലും കൂടെ കാണാം. BHEL റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകും. ഇവിടെ 5 കാണുള്ളൂ. അപ്പോൾ BHEL എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ, സെർച്ച് ചെയ്യാം കേട്ടോ. BHEL താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം നിങ്ങൾ. ഓക്കെ, ഇവിടെ ഏറ്റവും നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള, അതായത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഒരു പോർട്ടലിലേക്കാണ് നമ്മൾ വരിക. നിങ്ങൾക്കൂടെ കാണാം BHELൻ്റെ ലോഗോ കാര്യങ്ങൾ കാണാം. റിക്രൂട്ട്മെൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ, അതുപോലെ പ്രൊജക്ട് സൂപ്പർവൈസർ എന്നാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, അതായത് ജോബ് ഓവർവ്യൂ, അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ അപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വായിക്കണമെങ്കിൽ അത് വായിച്ച് നോക്കാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ആ ഒരു എന്താണ്, ഇപ്പോൾ നമ്മൾ അക്നോളജ്മെൻറ്റ് നമ്പറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടെടുക്കാനുള്ള സംഭവമൊക്കെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അത് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, ഇവിടെ നമ്മൾ അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളത് കാണാം. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് കാണാം നിങ്ങൾക്ക്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് ആക്സെപ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ആപ്ലിക്കേഷൻ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പൊസിഷൻ കോഡ് ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ വെച്ചാൽ അതിന് നേരെ നിങ്ങൾക്കൂടെ കാണാം ക്ലിക്ക് ടു അപ്ലൈ എന്നുള്ളത് കാണാം. ഒരു FTA 1ലേക്കാണോ 2ലേക്കാണോ ഏതിലേക്കാണ്. അപ്പോൾ ഞാൻ FTA 2ലേക്കാണ് അയക്കുക. അപ്പോൾ ക്ലിക്ക് ടു അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഫോം വരും. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് ഇങ്ങനെ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡീറ്റെയിലും പ്രോപ്പറായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഫീ അടയ്ക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഫീ പേയ്മെൻറ്റ് ലിങ്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ കൊടുത്തിട്ടുണ്ടാണ്. ഫീ പേയ്മെൻറ്റ് ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നുള്ളിടത്ത് ഓപ്പൺ ആക്കുക.
അപ്പോൾ നമ്മൾ SBI കളക്റ്റിലേക്കാണ് പോകുന്നത്. SBI കളക്റ്റിൽ നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് കാണിക്കാം. നമ്മൾ SBI കളക്റ്റിൽ നിന്ന് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ PSU എടുക്കുക. എന്നിട്ട് അതിൽ കർണാടക എടുക്കണം നമ്മൾ. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാവും PSU, ഇതാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കർണാടക എടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിൽട്ടർ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കർണാടക, ജസ്റ്റ് ഇന്ന് നമ്മൾ ഇവിടുന്ന് കർണാടക എടുക്കുക. ഓക്കെ, കർണാടക എടുക്കുക. കർണാടക എടുത്തിട്ട് നമ്മൾ എന്താണ് ഇവിടെ BHEL എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. BHEL. ഓക്കെ, BHEL എന്ന് അടിച്ചു കൊടുത്തപ്പോൾ അത് വന്നിട്ടില്ല. ഇവിടെ നമ്മൾ സെർച്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭാരത് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് കർണാടക. ഓക്കെ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് കാറ്റഗറി എന്നുണ്ടാവും. ഈ സെലക്ട് കാറ്റഗറിയിൽ നിങ്ങൾ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ അവർ തന്നിട്ടുണ്ട്. സെലക്ട് കാറ്റഗറിയിൽ നമ്മൾ അതേഴ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിസ്ലേനിയസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേഴ്സിൽ നമ്മൾ പിന്നെ സബ് കാറ്റഗറി സെലക്ട് ചെയ്യണം. സബ് കാറ്റഗറി നമ്മളിതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏറ്റവും താഴെ മിസ്ലേനിയസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കി നിങ്ങളുടെ പേരും മറ്റു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. എത്ര 200 എമൗണ്ട്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ച് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ആ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കും, അതിന് കൂടെ അയച്ചു കൊടുക്കണം. ഇത്രയുമാണ് അതിൻ്റെ ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് പോസ്റ്റിനാണോ അപ്ലൈ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്